ഇടുക്കി ജില്ലയിൽ കാറ്റ് മാറി വീശിയിരിക്കുന്നു. കോട്ടയത്ത് മാറി വീശിയിരിക്കുന്നു. ചുരുക്കം ചില സീറ്റ് അവർ ജയിച്ചെങ്കിലും നേരിയ ഇപ്പോൾ പിന്നെ അതിരമ്പുഴ അവർ ജയിച്ചു എന്ന് പറയാം. പക്ഷേ അവിടെയുള്ള പഞ്ചായത്ത് വാർഡുകൾ പിന്നെ ഏറിയ ഭാഗവും UDFൻ്റെ കൂടെയാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം വ്യക്തമായിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ ഇപ്പുറത്തേക്ക് വരും. തെറ്റിദ്ധാരണ കൊണ്ട് കുറച്ച് പേര് അപ്പുറത്ത് നിൽപ്പുണ്ട്, അവരും ഇങ്ങോട്ട് വരും. അതുകൊണ്ട് ഈ കാറ്റ് മാറി വീശിയിരിക്കുന്നു. വിലയിരുത്തൽ നടത്തിയിട്ട് വീണ്ടും വിലയിരുത്താൻ വേണ്ടി കൂടിയിരിക്കുക LDF. വിലയിരുത്തിയിട്ടും വ്യക്തമാകുന്നില്ല. പ്രത്യേകിച്ച് ആ സ്വർണ്ണപ്പാളി എങ്ങനെ പോയി എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളി എവിടെ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോവുക. അതെവിടെയുണ്ട്? തമിഴ്നാട്ടിലാണോ, കർണാടകത്തിലാണോ, ആന്ധ്രയിലാണോ, വിദേശത്ത് പോയോ? കടന്നു പോയിരിക്കാം. അന്താരാഷ്ട്ര ലംഘനമുണ്ട്. അതെല്ലാം കൂടെ വരുമ്പോൾ ആരൊക്കെ ഇത് ഇപ്പം പ്രകാശനം വിളിച്ചിരിക്കുക. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൽ പലരും അകത്താവും. മുന്നണി അടിത്തറ വികസനം അല്ല, ഘടകകക്ഷികൾ വലിയ ഇവരെ കൂടാതല്ലേ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അടിത്തറ നഷ്ടപ്പെട്ടവർ എന്തിനേയും കൂടെ വരുന്നത്? ആവശ്യമില്ല. ചർച്ചയില്ലെന്നേ, ഒരു ചർച്ചയില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ചർച്ച നടത്തണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. അങ്ങനെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഈ പ്രതിപക്ഷ നേതാക്കളെ തന്നെ സംസാരിച്ച നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ UDF ഞങ്ങളെപ്പോഴും സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. ഈ വിഷയത്തിൽ അവരെല്ലാം ബോധവാന്മാരാണ്. ഇപ്പോൾ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ സംശയിച്ച് ഞങ്ങൾക്ക് തന്നത് ജയിക്കുമെന്ന്. മണി ഗ്രൂപ്പിൻ്റെ ശക്തി കേന്ദ്രം 80,000 വോട്ടിനാണ് ഫ്രാൻസിസ് ചോദിച്ചു അവിടെ തുടങ്ങി. അപ്പം ഞങ്ങളുടെ ഓട്ടോറിക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾ നോക്കുന്ന ഗണേശിൻ്റെ മണ്ഡലം അവിടെ ഓട്ടോറിക്ഷയും ബസ്സുമായിട്ടാണ് മത്സരം. ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്നു, ബസ് പഞ്ചറായി കിടക്കുന്നു. 3ാം സ്ഥാനത്ത് പോയി ഓട്ടോറിക്ഷ ആയിരിക്കുന്നു. നമ്മുടെ നിങ്ങൾ കാറ്റ് മാറി വീശത് ഇല്ല, വാടി കൊഴിഞ്ഞിട്ടില്ല. ഇല്ലെന്ന് അതിനെപ്പറ്റി എനിക്ക് വലിയ പരാതിയില്ല. ചുമ്മാ അവരെപ്പറ്റി ഇങ്ങനെ വെറുതെ ജനങ്ങളുണ്ടല്ലോ ഈ ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് നിങ്ങൾ നിന്നിരുന്നത് ആ തെറ്റിദ്ധാരണ മാറി ഇല്ല, അവർ നല്ലപോലെ വന്നിരിക്കുന്നല്ലോ. അല്ലെങ്കിൽ പോലെ ജയിക്കുമോ? കടുത്തുരുത്തി അല്ല, പിന്നെ കടുത്തുരുത്തിയിൽ കുറവിളങ്ങിയാടും ഒക്കെ അവരുടെ ശക്തിയാണ്. അവിടെ കരുണയോട് തോറ്റെടുത്ത് 5,000 വോട്ടിന് ജയിച്ചു. കടുത്തുരുത്തി മണ്ഡലം 8,000 വോട്ടിന് ജയിച്ചു. അല്ല, ഇനി കൂടുതലായിട്ട് വരും. അതിന് മറുപടി അർഹിക്കുന്നില്ല. അയ്യോ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. ഈ ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, പഞ്ചായത്തുകളുടെ ഭരണം ഇതൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചർച്ചകൾ ഇല്ല, ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. ജില്ലാ പഞ്ചായത്തുകളിൽ ഏതെങ്കിലും കേരള കോൺഗ്രസ് ക്ലെയിം ഉന്നയിക്കോ? സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഇടുക്കിയായിരിക്കോ ചോദിക്കുക? അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് രമ്യമായ തീരുമാനമെടുത്തു. ആദ്യം ഏതെന്ന് പറയാൻ കഴിയില്ല. തുല്യ പ്രാധാന്യം. ഓക്കെ, നിയമനങ്ങളുടെ പരിപാടിയാണ്. താങ്ക് യു.